ഹലോ അസ്സലാമു അലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്, ലൈക്ക്, കമൻറ്റ് ഒക്കെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം. ആദ്യം തന്നെ ഒരു 250 ഗ്രാം ബീഫ് എടുത്ത് കഷ്ണങ്ങളാക്കി ചെറിയ പീസാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ കുക്കറിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 2 പച്ചമുളക് നടുകെ കീറിയതും കൂടി ഇട്ടെടുത്ത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ബീഫിന് ഒപ്പത്തിനൊപ്പം വെള്ളം വെച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ട് നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലാണോ ബീഫ് വേവാൻ വേണ്ടത് അത്രയും അടിച്ചു കൊടുക്കുക. എനിക്കിതൊരു 5 വിസിൽ വേണം കേട്ടോ. ഞാനിപ്പോൾ 5 വിസിൽ അടുപ്പിക്കുന്നില്ല, 3 വിസിലാണ് ഇപ്പോൾ അടുപ്പിക്കുന്നത്. അതിന് ശേഷം നമുക്കിതാ അതിലോട്ട് ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും വലിയുള്ളിയും വേണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ഒരു മീഡിയം വലിപ്പം. പിന്നെ അതിലേക്ക് ഇതാ തേങ്ങയുടെ 2ാം പാലും 1ാം പാലും വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. 3 വിസിലടിച്ചതിന് ശേഷമാണ് കുക്കർ തുറന്നെടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. ടേസ്റ്റ് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഇതാ ബീഫ് 3 വിസിലടിച്ചതിന് ശേഷം തുറന്നെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 1/2 വേവേ വന്നിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ഇതാ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച 2 വലിയ ഉള്ളിയും അതുപോലെ 2 കിഴങ്ങും കേട്ടോ. ഉരുളക്കിഴങ്ങും കൂടി തോലൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്, ചെറുത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ടെടുക്കാം. ഈ കിഴങ്ങുമ്മക്കൊക്കെ ഉള്ള ഉപ്പാണ് കേട്ടോ. ആദ്യം നമ്മൾ ബീഫിക്കുള്ള ഉപ്പ് പാകത്തിന് ഇട്ടെടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു 2 വിസിലും കൂടി അടിച്ചെടുക്കാം. പിന്നെ ഞാനിതാ ഇവിടെ കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്ന് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ 5 വിസിൽ കഴിഞ്ഞതിന് ശേഷം തുറന്നെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിന് ഉണ്ടാവുമല്ലോ ഒരു ബീഫ് ഇത്ര വിസിലിന് വേവുള്ളൂ എന്നുള്ളൊരിത്. ചിലവരിത് 2 വിസിലിനൊക്കെ വേവും വലിയ കുക്കറാണെങ്കിൽ. അപ്പോൾ ഇതത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 വിസിലാണ് ഇട്ടപ്പോൾ അടിച്ചത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം. ഇനി ഇതിലോട്ട് 1ാം പാൽ ഒഴിക്കുന്നതിന് മുന്നേ ഒരു 1/2 സ്പൂണ് ഗരം മസാലയും 1 സ്പൂണും കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലോട്ട് തേങ്ങയുടെ 1ാം പാൽ ചേർത്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. പിന്നെ നേരത്തെ അരച്ച് വെച്ച കാഷ്യൂനട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ചെടുക്കാം. പിന്നെ കൂടെ ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട്. ഇനി ഈ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ കുറച്ചൊക്കെ ഒന്ന് തിക്കായി കിട്ടും കേട്ടോ കറി. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കറി നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. വെള്ളിയാഴ്ചയൊക്കെ ബീഫ് മേടിക്കുമ്പോൾ അതിന് കുറേശ്ശെ മാറ്റി വെച്ചാൽ മതി. എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. എൻ്റെ
ഇതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോ ഉണ്ട് റൈസ് കുക്കറിനെ പറ്റിയിട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.